റോക്കറ്റ് ലോഞ്ചർ, മോർട്ടാർ, AK-47, ഗ്രനേഡ്, സ്റ്റൺ ഗൺ തുടങ്ങിയവ മാവോയിസ്റ്റുകൾ കൈവശമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിടത്തുനിന്ന് കിട്ടിയ രേഖകളിൽ ഇതിന്റെ വിശദാംശങ്ങളുണ്ട്. കഴിഞ്ഞ മാസം കർണാടകയിൽ പിടിയിലായ മാവോയിസ്റ്റ് നേതാവ് ചിന്ന രമേശിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ആയുധം ഉപയോഗിച്ചുള്ള പരിശീലനത്തിന്റെ വിശദാംശങ്ങളും ഇയാളുടെ മൊഴിയിലുണ്ട്. 2013-ലും 2014-ലും ഈ വർഷവും കുപ്പുസ്വാമിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗം കേരളത്തിലെ കാടുകളിൽ ചേർന്നിരുന്നു. ശത്രുക്കളെ നേരിടുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളെടുത്തത് 2014-ലാണ്. കാട്ടിൽ പോലീസിനെ കണ്ടാൽ വെടിയുതിർക്കണം എന്ന കാര്യത്തിലും തീരുമാനമെടുത്തു. ഫോറസ്റ്റ് സ്റ്റേഷൻ, ഹോം സ്റ്റേ, റിസോർട്ടുകൾ, ക്വാറി ഓഫീസുകൾ എന്നിവ ആക്രമിക്കുന്ന കാര്യത്തിലും ഈ യോഗമാണ് അവസാന തീരുമാനമെടുത്തത്. തുടർന്ന് നിലമ്പൂരിലും അട്ടപ്പാടിയിലും ഫോറസ്റ്റ് ഷെഡുകളും വയനാട്ടിൽ ഹോം സ്റ്റേകളും ക്വാറി ഓഫീസും മാവോയിസ്റ്റുകൾ ആക്രമിച്ചിരുന്നു. മാവോയിസ്റ്റുകളിൽ നിന്ന് ലഭിച്ച രേഖകളിലെ വിശദാംശങ്ങൾ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാട്ടിൽ വീണ്ടും പട്രോളിംഗ് ശക്തമാക്കാനുള്ള ആലോചനകളും ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.